അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത. അജ്ഞത കൊണ്ടുണ്ടായ അപകടം അത് നമുക്ക് ന്യായീകരിക്കാം. അശ്രദ്ധ കൊണ്ടായതും കുറച്ചുകൂടി നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ അഹന്ത കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പള്ളിയിലെ ഒരു കല്യാണത്തിന് അവിടുത്തെ ശരിക്കും വികാരി അച്ഛനോടും ശുശ്രൂഷകനോടും പറഞ്ഞില്ലെന്നേ. തലേന്ന് ശുശ്രൂഷകനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ട്രസ്റ്റിയെ കൊണ്ട് വികാരി അച്ഛൻ ഒന്ന് പറയിപ്പിച്ചു, ആ ശുശ്രൂഷകനെ ഒന്ന് കല്യാണത്തിന് വിളിച്ചേക്കണേന്ന്. ഇത് ട്രസ്റ്റി വഴി ആ ആളിനെ അറിയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഇതാണ്: പള്ളി വിളിച്ചു ചൊല്ലിയിട്ടുണ്ട്, അച്ഛനും കപ്പയാരും ഒക്കെ വേണേലങ്ങ് വന്നോളും. അജ്ഞത, അശ്രദ്ധ, അഹന്ത. നിങ്ങൾക്ക് സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ അഹന്ത കൊണ്ട് നമ്മൾ എത്രമാത്രം നഷ്ടങ്ങളാണ് ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത്. സ്വയം